ശൂന്യതയിൽ നിന്ന് ശിവലിംഗം പ്രത്യക്ഷപ്പെടുത്തുക. ശൂന്യമായിരുന്ന കൈവെള്ളയിൽ നിന്ന് പൊടുന്നനെ വിഭൂതി ഭക്തർക്ക് നൽകുക. അത്ഭുതം തോന്നുന്നോ? ഇതൊക്കെ ഭഗവാൻ സത്യസായി ബാബയുടെ ലീലകളാണ്. ഇത്തവണത്തെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പരമ്പരയിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ബാബയിലേക്കും അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവർത്തികളിലേക്കുമാണ്. ഭഗവാന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടെന്നും രോഗപീഠകൾ സുഖപ്പെടുത്താൻ കഴിയുമെന്നും അനുയായികൾ വിശ്വസിക്കുന്നു. ഭക്തരുടെ വേദന തന്നിലേക്ക് ആവാഹിച്ചാണ് ഭഗവാൻ രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകുന്നതെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. ദിവസവും അദ്ദേഹം അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി സൃഷ്ടിക്കുന്നു. ചിലപ്പോൾ ആഹാരം, മോതിരങ്ങൾ, നെക്ലേസുകൾ, വാച്ചുകൾ എന്നിവയും സൃഷ്ടിക്കുന്നു. ഇതിനു പുറമെ പെട്ടെന്ന് അപ്രത്യക്ഷമാകൽ, കല്ല് കൽക്കണ്ടമാക്കുക, വെള്ളം മറ്റു പാനീയങ്ങളാക്കുക, ഭക്തരുടെ ആവശ്യത്തിനനുസൃതമായ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുക, ഭക്ഷണപദാർത്ഥങ്ങൾ ഇരട്ടിയാക്കുക, ഏത് വൃക്ഷത്തിൽ നിന്നും ഫലവർഗ്ഗങ്ങൾ ഉത്പാദിപ്പിക്കുക, കാലാവസ്ഥ നിയന്ത്രിക്കുക, പല ദൈവങ്ങളായി രൂപം മാറുക, സ്വന്തം ശരീരത്തിൽ നിന്ന് പ്രഭ പുറപ്പെടുവിക്കുക തുടങ്ങിയ അത്ഭുതങ്ങളും ഭഗവാൻ ഭക്തർക്കായി കാണിക്കാറുണ്ട്. സത്യസായി ബാബയെക്കുറിച്ച് ചില ആനുകാലികങ്ങളിൽ കവർ സ്റ്റോറി തന്നെ വന്നിരുന്നു. ഭഗവാന്റെ ലീലാവിലാസങ്ങൾ തട്ടിപ്പാണെന്ന ചില മാന്ത്രികരുടെ അഭിപ്രായങ്ങളും അതിൽ വന്നിരുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് സ്വർണം സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ നിയന്ത്രണ നിയമപ്രകാരം ചില വ്യക്തികൾ ഭഗവാനെതിരെ കേസ് നൽകിയിരുന്നു. എന്നാൽ കേസ് തള്ളിപ്പോകുകയുണ്ടായി. ഭഗവാനെതിരെ നിരവധി പ്രചരണങ്ങളുണ്ടായെങ്കിലും അദ്ദേഹത്തിന് ചില അതീന്ദ്രിയ ശക്തികളുണ്ടെന്ന് വിമർശകരിൽ ചിലരും വിശ്വസിക്കുന്നുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. 2007 ഒക്ടോബറിൽ താൻ ചന്ദ്രനിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. കാണാൻ ആഗ്രഹിക്കുന്നവർ വിമാനത്താവളത്തിലേക്ക് വരാനും ഭഗവാൻ ആവശ്യപ്പെട്ടു. എങ്കിലും ആകാശം മേഘാവൃതമായതിനാൽ പരിപാടി നടന്നില്ല. 1 മണിക്കൂർ കാത്തുനിന്നെങ്കിലും അന്തരീക്ഷം അനുകൂലമാകാത്തതിനാൽ ഭഗവാന് പിന്തിരിയേണ്ടി വന്നു. അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയാത്തതിന് സായി ട്രസ്റ്റ് വിശദീകരണമൊന്നും നൽകിയില്ല. എന്നാൽ ഭഗവാന്റെ ഇടിയുന്ന ജനപ്രീതി വർദ്ധിപ്പിക്കാനുള്ള പ്രചരണമായിരുന്നു ഇതെന്ന് വിമർശനമുണ്ടായി. ഞാൻ ദൈവമാണ്, നിങ്ങളും ദൈവമാണ്. ഞാനും നിങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഞാനത് തിരിച്ചറിയുന്നു, നിങ്ങളത് തിരിച്ചറിയുന്നില്ല എന്നതാണ്. ഭഗവാൻ സത്യസായി ബാബയുടെ മറുപടി ഇതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങൾക്ക് എഴുതുക.